അവിടുത്തെ മേരിവെള്ളത്തിന് വന്നാൽ പഠിക്കാൻ ഒത്തിരി ഇല്ല അവിടെ. കാറ്റാടിപ്പാടത്താണ്, നമ്മുടെ രാമക്കൽ മേടിന് അടുത്തായിട്ട്. തൂക്കുപാലത്തു നിന്ന് ഇതൊരു കയറ്റം കയറി ഒരു 4-5 കിലോമീറ്റർ ഇങ്ങോട്ട് ഇറങ്ങി വാ. ഒരു 4-5 കിലോമീറ്റർ ഇങ്ങോട്ട് കയറി വന്നു. മലമുകളിൽ വരുമ്പോൾ ഈ കാണുന്ന മുഴുവൻ കാറ്റാടിയാണ്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അതാണ് ഇവിടെ കാറ്റിൻ്റെ ശക്തിക്കനുസരിച്ച് 24 മണിക്കൂറും വീശുന്ന കാറ്റാണ് ഇവിടുത്തെ പ്രത്യേകത. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലാണ്. ഇവിടുത്തെ ഒരു ആൾക്കാർ കൂടുതൽ, സഞ്ചാരികൾ കൂടുതൽ വരുന്നത് രാവിലെയും വൈകിട്ടുമാണ് വരുന്നത്. ഇപ്പോൾ രാവിലെ നല്ല മഞ്ഞും തണുപ്പും ഉണ്ടാവും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു അസ്തമയത്തിൻ്റെ ഇതൊക്കെ കാണാനായിട്ട് വരും. എല്ലാവരും ഉണ്ട്, ഇങ്ങോട്ട് വന്നേ അമ്മാളുടെ ആര്യ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടി വന്നേക്കുന്നത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇത്തവണ എന്ന് വന്നപ്പോൾ നാളെ ലക്ഷ്യമാർക്ക് പരീക്ഷ ഉള്ളതുകൊണ്ട് ചേട്ടായി അവരൊന്നും വന്നില്ല, നാളെ പരീക്ഷ ആയതുകൊണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. കെട്ടിക്കണ്ടു ഇറങ്ങി വന്നായിരുന്നു. അതാണ് കമ്പം. ആ കാണുന്നതാണ് കമ്പം. അല്ല കാര്യമായിട്ട് ചോദിച്ചാ ആ ചാടിയപ്പോഴേ ഞാൻ വിചാരിച്ചു Happy birthday to you. Happy birthday dear Ammalu. Happy birthday to you.
പുറകോട്ട് മറിക്കണം. എന്നടി ഇതിനെങ്കിലും അങ്ങനൊക്കെ വെക്ക്. കിട്ടിയോ? അങ്ങനൊക്കെ പോകുന്നു. നിക്കണോ? എനിക്ക് കിട്ടിയോ? അമ്മ സ്പീഡ് ചെറുതാക്ക. ഒറ്റ മിനിറ്റ് ഒരു മിനിറ്റ് എന്നാ മോനെ ജില്ലയിലെ ഏറ്റവും വലിയ ഹിൽ സ്റ്റേഷന് ഒന്നായ രാമക്കൽമേടിന് മുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി ഉയരമുണ്ട് ഇതിന്. ഈ കാണുന്നത് താഴേക്ക് കാണുന്ന ഈ വ്യൂ ഒന്ന് കാണിച്ചു തന്നിട്ട് ഇവിടെ താഴേക്ക് കാണുന്നത് കമ്പം തേനിയ. കമ്പത്തിന് ഇവിടുന്ന് 18 കിലോമീറ്റർ 20 കിലോമീറ്റർ കമ്പത്തേക്ക് ദൂരമുള്ളൂ. മൂന്നാറിന് 57 കിലോമീറ്റർ ദൂരവും തേക്കടിക്ക് ഇവിടുന്ന് 40 കിലോമീറ്റർ ദൂരമുള്ളത്. എപ്പോഴും നല്ല കാറ്റാണ്. നമ്മൾ ഏറ്റവും ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് സമയം ഏകദേശം സമയം 1 മണിയല്ലേ, 1:30 സമയത്ത് നല്ല ചൂട് സമയമാണെങ്കിലും നല്ല കാറ്റുകൊണ്ട് അത്ര ചൂട് നമുക്ക് അറിയാൻ പറ്റില്ല. ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഇരട്ട പ്രതിമകളിലൊന്നാണ് ഈ കുറുവൻ കുറത്തി പ്രതിമ എന്ന് പറയുന്നത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ വന്നിട്ട് കുറച്ച് നേരമായി. ഇവിടെ വന്നിട്ട് അമ്മാൾട്ടിയുടെ ബർത്ത്ഡേ ഞങ്ങൾ അടിപൊളിയായിട്ട് അമ്മാൾട്ടിക്ക് വന്നേ. ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേക്കുള്ള. അങ്ങനെ
16 വയസ്സായ, എന്നാലും 16 വയസ്സിലെ കുറുമ്പിയാണ്, കുഞ്ഞു കൊച്ചാണ്. ആ ഇത് താഴത്തെയും കൂടെ വ്യൂ കാണിക്കാം. കുറവനെയും കുർത്തി ആ പ്രതിമ ഒന്ന് നന്നായിട്ട് കാണിക്കാം. ശില്പത്തിന് മുകളിൽ കയറുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല. നേരെ ഓപ്പോസിറ്റ് കാണുന്നത് തവളപ്പാറ അല്ലേ? ആമപ്പാറ തവളപ്പാറ എന്ന് പറയാം. നേരെ നമ്മുടെ ഓപ്പോസിറ്റ് ഒന്ന് കാണിച്ചു. ഇത് ആമപ്പാറയും അത് തവളപ്പാറയും. ആ മലകൾക്ക് ആമയുടെയും തവളയുടെയും മറ്റേത് സോളാർ പാനലാണ് നടുക്ക് കാണുന്നത്. മൊത്തം വൈദ്യുതി ഉൽപാദനം. നേരെ അങ്ങ് കാണുന്നത് കാറ്റാടിപ്പാടം കാണാം. നമ്മൾ ആദ്യം മുമ്പേ പോയ കാറ്റാടിപ്പാടമാണ് അങ്ങ് കാണുന്നത്. ശരിക്കും രാമക്കൽമേട് എന്ന് പറയുന്നത് അതാണ്. അതാ രാമക്കൽമേട് എന്ന് പറയുന്നത് അല്ലേ? ആ സാധനമാണ്. അതിന്റെ മുകളിലാണ് രാമന്റെ പാദം ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നത്. സീതയെ തേടി രാമൻ എത്തിയ, രാമന്റെ കാൽപാദം പതിഞ്ഞ സ്ഥലമാണ് രാമക്കൽമേട് എന്ന് പറയുന്ന. ആർക്കാ കിട്ടാത്ത ഒരു ഇന്ന ഉളിയ മേടിച്ചോണ്ട് വരും. അത് ഇച്ചിരി ഒഴിച്ചേണ്ട. ഇഷ്ടം പോലെ കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്, വീണ്ടും കയറുന്നുണ്ട്. ഞാൻ ചെളിയാണ് അതിന്റെ. ഞാന് മേലത്തെ ആയിട്ടല് തോർത്തിട്ടിട്ട് അതിലേക്ക് ഇങ്ങനെ തൂങ്ങിയിരിക്കാൻ നോക്കിയേ. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ ആ കമ്പൽ ഇച്ചിരി ബലം കൊടുത്താൽ ചിലപ്പോ കാറ്റൂടെ കാണും. കാറ്റ് കാണും അല്ലേ? ഇവിടെ വെച്ചാ അവിടുന്ന് ഇങ്ങോട്ടാണ് കാറ്റ് വീശുന്നേ. ആദ്യം കൊടുക്കണത് കഴിച്ചതാ മുണ്ടക്കയത്തുള്ള കഴിക്കണത്. അതിന്റെ ഭംഗി കാണണമെങ്കിൽ എങ്ങനെയായിരിക്കും? ഞാൻ ചോട്ടെ, ഇത് വീടിന്റെ ഒരു കെട്ടിടം ഇരിക്കുക, അതിന്റെ കീഴെ പോയി നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ഭംഗി നമുക്ക് മനസ്സിലാവും. എന്റെ കയ്യിലിരിക്കുന്ന ആ വെള്ള സാധനത്തിൽ ഞെക്കാൻ പറയുന്നത്. അതാണ് 1 2 3 സ്റ്റാർട്ട്.
ഞാൻ വിട്ടാലും പുള്ളി അങ്ങനെ ആയിരിക്കും. മോത്തൻ്റെ ഇടി തലക്കിട്ട് നമ്മുടെ മൊത്തം കിട്ടല്ലേ ഇടിയാ ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? നീ വീണോ ടീറക്സ് ഒരു ബ്രൗൺ എന്നുള്ളത് അത് നിന്നെ ശ്രദ്ധിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് താഴ്ന്നിരുന്നോ, വണ്ടിയുടെ അടിയിലോട്ട് ഇരുന്നോ. അത് നിന്നെ കണ്ടാ പ്രശ്നമാ. അടിയിലോട്ട് ഇരുന്നോ. എത്ര വലിപ്പമുണ്ടോ? അത് നല്ല വലിപ്പമുണ്ടോ? അടുത്തോട്ട് വരുന്നുണ്ടോ? അത് നിന്നെ കണ്ടാ തിന്നുവേ. ഇനി വണ്ടി ബാക്കോട്ട് പോയതിനു ശേഷം തിന്നാ മതിട്ടോ. റിവേഴ്സ് പോകാൻ തുടങ്ങിയോ? അതിന് ഇനി എണീറ്റോ. ഇനി അതിന് നിന്നെ കിട്ടത്തില്ല. നിന്നെ തിന്നാൻ വേണ്ടി അടുത്തോട്ട് ഓടി വരുന്നുണ്ടപ്പോ. അതിന് കൊടുക്കട്ടെ, തിന്നാൻ കൊടുക്കട്ടെ. പയ്യെ മഴ അവളത് കാണാനും വേണ്ടി ഇങ്ങനെ തള്ളണം. അല്ലാതെ റിലാക്സ് ചെയ്യുക. കാല് കുറച്ചും കൂടെ വിടുത്തില്ലാതെ ക്ലോസ് ആക്കി വെക്കുക. 1 2 3 സ്റ്റാർട്ട്. കൈ കെട്ടല്ലേ. മാക്സിമം നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് വെക്കട്ടോ. രണ്ടുപേരും ഒരേ ടൈം ലൈനിലാണ്. കാണുന്ന കാഴ്ച നിങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യാം. റൈറ്റ് സൈഡിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ എന്ന് പറയാം. എന്നിട്ട് അവരോട് നോക്കണം. അതായത് റൈറ്റ് സൈഡിലോട്ട് നോക്ക്, ലെഫ്റ്റിലോട്ട് നോക്ക്, മുകളിലോട്ട് നോക്ക്. അങ്ങനെ സംസാരിച്ച് പോകാം. സംസാരിച്ച് പോയാൽ മതി. കാണുന്നുണ്ടോ മൊയില്? ചേട്ടായി ഇളകി തുടങ്ങി. രണ്ടുപേരും ഇളകി തുടങ്ങിയില്ലേ? ഏറ്റവും ശരിക്കും മേലിൽ പിടിക്കുന്നില്ലേ? അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതുവരെ നമ്മള് സ്പീഡൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. നമ്മള് 10 പോകുന്നേ അല്ലേ? വളരെ ചെറിയ സ്പീഡിലല്ലേ പോകുന്നത്. കല്ല് വന്ന മേത്തോട്ട് നമ്മള് സംസാരിച്ചു. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഇവർക്കും കൂടെ പറഞ്ഞു കൊടുക്കണേ. അപ്പോഴേ അവരും കാണാം. ഒരാളെ കണ്ടോ? ഹായ് ഹായ് കൊടുക്കും, ഹായ് കൊടുക്കും. കേറ്റമല്ല പ്രശ്നം. കേറും, എല്ലാം കേറും. ചുറ്റി നോക്കി എത്ര ട്രാക്ക് കാണുന്നുണ്ട്. ഹൈറ്റിലെത്തിയോ? അല്ല ആയുണ്ടോ? 1 2 3 സ്റ്റാർട്ട്. പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. വലത്തോട്ട് നോക്കി ഒരു പുഴ കാണുന്നുണ്ടോ? സംസാരിച്ചു നോക്കോ. എവിടെ ശ്വാസം വിട്ടിട്ട് വേണ്ട താഴോട്ട്
ഇനി നിങ്ങളായിട്ട് നേരെ നിൽക്കാൻ നോക്കി. നേരെ നിന്നോ. ചാടി ചാടാൻ പോണേ. ആവുന്നുള്ളൂ. ഇടത്തോട്ട് നോക്കിയിട്ട് 1 2 3 സ്റ്റാർട്ട്. എങ്ങനെ പിടിച്ചവിടെ നിൽക്കും? ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ടോ? ചാടിയാലോ?